ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ആ കരങ്ങളെ കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. പകലിന്റെ മണിക്കൂറുകളിൽ അതിശയനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയിരുന്നു. നമ്മെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അത്ഭുതങ്ങളോ അടയാളങ്ങളോ വീര്യപ്രവർത്തികളോ ആമേൻ നടക്കുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിക്കേണ്ടത്. ഹല്ലേലൂയ. ജീവന്റെ പുസ്തകത്തിൽ പേർ എഴുതിയിരിക്കുന്നു എന്ന് ഉറപ്പുള്ളവർ ആ കരകളെ തട്ടി കർത്താവിന് അകത്ത് കൊടുത്താൽ ഹല്ലേലൂയ. ആമേൻ. നീതിമാന്മാർ ഒന്നിച്ചുകൂടി ആമേൻ അതെ ഇരിക്കുന്നതിനേക്കാൾ അധികം സ്വർഗത്തിലെ ദൈവം സന്തോഷിക്കുന്നത് ഒരു പാവി മനസ്സാന്തരപ്പെടുമ്പോഴാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ കൃപയാ ഞങ്ങൾക്ക് സന്തോഷിക്കുവാൻ ഇടയായി തീർന്നു. ആമേൻ. അതെ, തുടർമാനമായി ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ആമേൻ ഒരു വ്യക്തി ഇന്ന് പകൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്വർഗം സന്തോഷിക്കുന്ന ആമേൻ നല്ല ആ സമയത്ത് ഹല്ലേലൂയ ആ ക്ലാസ്സിലായിരുന്ന എല്ലാവരും ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇടയായി. കാരണം ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാണ്. ഹല്ലേലൂയ. ആമേൻ. ആത്മാക്കളെ നേടുവാൻ ആദായപ്പെടുത്തുവാൻ ആമേൻ ദൈവം ആക്കി വെച്ചിരിക്കുന്ന അഭിഷക്തന്മാരെ ദൈവമക്കളെ ലോകം മുഴുവൻ ആമേൻ സുവിശേഷം പ്രസംഗിക്കണം. ഹല്ലേലൂയ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇന്ന് പകലിലും ഒരു ഭാവി മാനസാന്തരപ്പെടുവാൻ ദൈവം ആമേൻ ഇടയാക്കിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ അക്കരങ്ങളെ തട്ടി കർത്താവിനെ കൊടുക്കാൻ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഈ പകൽ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനവുമായി ഇന്ന് രാത്രിയിലും ഈ ലൈവിലൂടെ ശുശ്രൂഷിപ്പാൻ കർത്താവ് അവിടുന്ന് നൽകിയ അവസരത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. പാടുവാൻ പ്രാർത്ഥിപ്പാൻ കൃപ നൽകിയാണ്. ഇന്ന് രാത്രിയിലും ചില പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, രോഗികൾ സൗഖ്യമാവാൻ ഉതകുന്ന ജീവന്റെ വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ പകരുവാൻ അങ്ങ് ശക്തനാകിയ നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് നടത്തിയ എല്ലാ വിധങ്ങൾക്ക് ഒത്തവണ്ണം നന്ദിയുള്ളവരായി പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ ഇന്ന് രാത്രി ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. ഈ സ്നേഹനീരം പ്രയർ സെന്റർ അനുദിന ഫേസ്ബുക്ക് ആക്കുവിലൂടെ ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ആരെങ്കിലും ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധി കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ഇന്ന് രാത്രി എല്ലാവരെയും നിറയ്ക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ആദ്യോടൊക്കെ പരിശുദ്ധാത്മാവ് ദൈവം കൂടെ ഇരിക്കണം. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ കരങ്ങളെ തട്ടി കർത്താവിനെ കൊടുത്താൽ ഹല്ലേലൂയ. രാത്രി ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലുകയാണ്. നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കരങ്ങളെ തട്ടി നമ്മുടെ കർത്താവിനെ പാടി നമുക്ക് ആരാധിക്കാം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. നമ്മുടെ
അതെ മാറിപ്പോയപ്പോൾ ഹല്ലേലൂയ രസിച്ചപ്പോൾ ഹല്ലേലൂയ നമ്മെ അതെ മാർവോട് ചേർത്ത് നിർത്തി ഹല്ലേലൂയ കരം പിടിച്ച് നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തത എത്രയോ വലിയതാ. ഇന്ന് പകലും അത് അനുഭവിച്ചവർ ആ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനത്തിന്റെ ശുശ്രൂഷകനായി എന്നെ ആമേൻ വിശ്വസ്തനെന്ന് എണ്ണി ഈ വേലയ്ക്കാക്കി വെച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ശ്രോതാക്കളായിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വരുവനായ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്കായി സമയങ്ങളെ വേർതിരിക്കുന്നു. ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ ആത്മാവ് വ്യക്തികളോട് കുടുംബങ്ങളോട് ഇടപെടുവാനും സംസാരിക്കാനും ഇടയായി തീരും. സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ഇന്ന് രാത്രി ചില പ്രിയപ്പെട്ടവരെ സ്വർഗം അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ സന്തോഷമുള്ളവർ കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. തിരിച്ചോണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ തമ്മിൽ കരം കൊടുത്തൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ജീസസ്. വായിക്കാം. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 46, 47, 48, 49. ഹല്ലേലൂയ. 6:48 വായിക്കാം. ഹല്ലേലൂയ. പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുക്ക് വീട്ടിനോട് അടിച്ചു. എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് അത് ഇളകി പോകയില്ല. ആമേൻ പറയാമോ? ഹല്ലേലൂയ. നിങ്ങൾ ഒരു നല്ല അടിത്തറയിൽ ആമേൻ പണിയുകയാണോ നിങ്ങളുടെ വീട്, നിങ്ങളുടെ ജീവിതം? ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾ പണിയുന്ന അടിസ്ഥാനം ഏതോ
അതിന്റെ ആമേൻ നിലയിലാണ് നിങ്ങളുടെ ജീവിതം ധന്യമായി തീരുന്നത്, നിങ്ങളുടെ കുടുംബം സന്തോഷമായി തീരുന്നത്. ഇന്ന് രാത്രി ആഴെ കുടിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. ഹല്ലേലൂയ. അവനൊരു ഭവനം പണിയുകയും ആഴത്തിൽ കുഴിക്കുകയും പാറയിൽ അടിത്തറയിടുകയും ചെയ്ത മനുഷ്യനെ പോലെയാണ്. ഹല്ലേലൂയ. വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ഹല്ലേലൂയ അരുവി ആ വീടിന്മേൽ ശക്തമായി അടിച്ച് അത് കുലുങ്ങുവാൻ തകർന്നു പോകുവാൻ ഇടയാകാതെ ഇരിക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ പിതാവായ ദൈവം ഒരുക്കിയ അതെ രക്ഷ അതെ ആ രക്ഷയെ കുറിച്ചുള്ള പദ്ധതി തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാ. ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി കർത്താവായ യേശു ക്രിസ്തു ജനിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ സത്യം ഉൾക്കൊള്ളുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായിരിക്കുന്ന ദൈവമക്കളെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഹല്ലേലൂയ ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്താ? ഇന്ന് പകലിലും അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന് ഉടമകളായി തീരുവാൻ ഇടയായി തീർന്നത് കൊണ്ടാണല്ലോ ഈ രാത്രിയിൽ ഇപ്രകാരം നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ഇടയായി തീരുന്നത്. ഇന്ന് രാത്രി ഈ ലൈവിൽ ശ്രദ്ധിക്കുന്നവർ, വരും ദിവസങ്ങളിൽ ഈ വീഡിയോ വീക്ഷിക്കുന്നവർ ചിന്തിക്കണം, അകത്തോട്ട് എടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വിടുവാൻ, കിടന്ന പായിൽ നിന്ന് എഴുന്നേൽക്കുവാൻ, അതെ യാത്ര ചെയ്തിട്ട് തിരികെ വീട്ടിലേക്ക് എത്തുവാൻ എന്നെ പ്രാപ്തനാക്കിയ, എന്നെ സംരക്ഷിച്ച, എന്റെ കാല് കല്ലിന്മേൽ തട്ടാതെ അതെ കുഴിയിൽ വീഴാതെ, കണ്ണിനെ കണ്ണിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും ഒക്കെ സൂക്ഷിച്ച പരിപാലിച്ച സർവശക്തനായ ദൈവത്തെ ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യർക്ക് വെളിപ്പെടുത്തുവാൻ തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം സ്വർഗത്തിലെ വലിയവനായ ദൈവം നൽകി. ഹല്ലേലൂയ. ആ അധികാര പരിധിക്കകത്തായിരിക്കുന്നവർ ഇന്ന് രാത്രി ലൈവിൽ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ അവിടുത്തെ കൃപയ്ക്കായി, അവിടുത്തെ കരുണയ്ക്കായി, അവിടുത്തെ സ്നേഹത്തിനായി, അവിടുത്തെ പരിപാലനത്തിനായി, അവിടുത്തെ നടത്തിപ്പിനായി നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി വായിച്ച തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇവനോട് തുല്യൻ ഞാൻ കാണിച്ചു തരാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യനെന്ന് ഞാൻ കാണിച്ചു തരാം. ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യനാകും. ഹല്ലേലൂയ. വെള്ളപ്പൊക്കമുണ്ടായി നിന്റെ തലമുറ ആയിരുന്നെടുത്ത്, നിന്റെ കൂടപ്പുറപ്പായിരുന്നെടുത്ത്, നിന്റെ ജീവിത പങ്കാളി ആയിരുന്നെടുത്ത് അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരുന്ന് എണ്ണത്തിൽ ആരും കുറയാതെ കണ്ട് എല്ലാവരെയും അവിടെവിടങ്ങളിൽ സൂക്ഷിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ശത്രുവായവൻ നിന്നെ തകർത്ത് കളയുവാൻ, നീ ആയിരിക്കുന്ന രാജ്യത്ത്, നീ ആയിരിക്കുന്ന സ്ഥാപനത്തില്, നീ ആയിരിക്കുന്ന ഭവനത്തില് പ്രതിയോഗിയായ പിശാച് നിനക്കെതിരെ ശബ്ദമുയർത്തിയപ്പോ നിന്റെ വളർച്ചയ്ക്കും നിന്റെ ആരോഗ്യത്തിനും നിന്റെ ധനപരമായ മേഖലയിലും പിശാച് തകർത്തുകളയുവാൻ പദ്ധതിയിട്ട് അടുത്ത് വന്നപ്പോ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിച്ച് പരിചയായി, രക്ഷയായി, കോട്ടയായി, സങ്കേതമായി ദൈവം നിന്റെ കൂടെ ഇരുന്നെങ്കിൽ ഇന്ന് രാത്രി മൗനമായി ഇരിക്കരുതേ. ആദരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാക്ക, കരങ്ങളടിച്ച് കർത്താവിന്റെ മഹത്വത്തിലെത്താക്ക. ഹല്ലേലൂയ. ഹല്ലേലൂയ.
അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, ഗുരോ, ഞാൻ നിത്യജീവന അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അവൻ ഇത് ചോദിച്ചത് അവനെ പരീക്ഷിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഇന്ന് പകലിലും ആപത്തുകൾ നിറഞ്ഞ, അനർത്ഥങ്ങൾ നിറഞ്ഞ, പ്രതികൂലങ്ങൾ നിറഞ്ഞ ലോകത്ത് അനേകര് വീണുപോയപ്പോ, അനേകര് തകർന്നു പോയപ്പോ, അനേകര് നശിച്ചു പോയപ്പോ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും സുരക്ഷിതമായി ഇരിക്കുവാൻ വചനം കേട്ട് വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കർത്താവ് തൻ ഗംഭീര നാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോ ഇവിടെ നിന്ന് സഭയെ കാന്ത എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ നീയും എടുക്കപ്പെടേണ്ടതിന് നിത്യജീവന അവകാശമാക്കുവാൻ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ള സത്യം അറിഞ്ഞ് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് അകത്ത് കൊടുക്കുക. അങ്ങനെ നിത്യജീവനെ കുറിച്ച്, നിത്യരാജ്യത്തെ കുറിച്ച് ലോകത്തിന് വെളിപ്പെടുത്തുവാൻ പിതാവായ ദൈവം അയച്ച ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ മുമ്പിലായിരിക്കുന്ന ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ് ഒരു ചോദ്യം, ഓരോ ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അവനവനോട് ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി സത്യവേദ പുസ്തകത്തിന് അടിസ്ഥാനമാക്കിയ മറുപടി കൊടുക്കുന്നേ. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്നതാ, മറുപടി നൽകുന്നതാ. യേശു കർത്താവിന്റെ മുമ്പിൽ ശത്രുവായ പിശാച് അവന് വിശക്കുന്നുവെന്ന് മനസ്സിലാക്കി കല്ലെടുത്ത് അപ്പമാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇങ്ങനെ കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവിന്റെ നിയോഗത്താൽ അതെ ആത്മനിറവോടെ എഴുതുവാൻ ദൈവം തെരഞ്ഞെടുത്ത അഭിഷക്തന്മാരിലൂടെ എഴുതിയ വചനത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അത് വെറും ഒരു പുസ്തകമല്ല, അത് ജീവന്റെ വചനം അടങ്ങിയ പുസ്തകമാണ്. അത് റീമയായി വെളിപ്പെടും, അത് ദൈവശക്തിയായി വെളിപ്പെടും. ഇന്ന് രാത്രിയിലും ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തിയുമാണ്. ഇന്ന് രാത്രി നിന്റെ ചില ചോദ്യങ്ങൾക്ക് ചലിക്കത്തക്ക വിധത്തിൽ ആത്മാവിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തരാണ്. ഹല്ലേലൂയ. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. ന്യായശാസ്ത്രി എഴുന്നേറ്റ് കർത്താവായ യേശുവിനോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് ന്യായശാസ്ത്രി കൊടുത്ത മറുപടി, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ കൂടെ സ്നേഹിക്കണം. ഇന്ന് രാത്രി സ്നേഹിത, മാതാവേ, പിതാവേ, കൂടപ്പിറപ്പേ, നീ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? നീ കർത്താവിനെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? പൂർണ്ണ ഹൃദയത്തോടെയാണോ? പൂർണ്ണ മനസ്സോടെയാണോ? പൂർണ്ണ ശക്തിയോടെയാണോ? പൂർണ്ണ ആത്മാവോടുകൂടെയാണോ? അല്ല എങ്കിൽ ഇന്ന് രാത്രി നിന്റെ ഹൃദയം പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. തീർന്നില്ല, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് തന്നെ ഉത്തരം പറഞ്ഞു. നിന്റെ കൂട്ടുകാരനെ നീ എങ്ങനെയാ സ്നേഹിക്കുന്നേ? ഹല്ലേലൂയ. അവനവനോട് നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കുമെന്ന് പറയുന്നു. അവൻ തന്നെത്താൻ നീതികരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് എന്റെ കൂട്ടുകാരൻ ആരെന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്, ഹല്ലേലൂയ, സ്വയം നീതീകരിക്കുവാൻ തയ്യാറായവൻ അടുത്തൊരു ചോദ്യം. ഹല്ലേലൂയ. എന്താ ചോദ്യം? എന്റെ കൂട്ടുകാരൻ ആരാണ്? ഹല്ലേലൂയ. ഈ നല്ല ചോദ്യത്തിന് കർത്താവായ യേശു ക്രിസ്തു മറുപടി കൊടുത്തത് ഇങ്ങനെയാ. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവന് വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. എവിടുന്നാ പോകുന്നത്? യെരൂശലേമിൽ. യെരൂശലേമിന്റെ പ്രത്യേകത എന്താ? ദേവാലയമുള്ള സ്ഥലമാണ്. ആണ്ടിലൊരിക്കൽ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ, പാപങ്ങളുടെ പരിഹാരത്തിന് പ്രായശ്ചിത്തം നടത്തുവാൻ, ഹല്ലേലൂയ, അതേ ജനം കൂടി വരുന്ന സ്ഥലമാണ് യെരൂശലേം.
ഹല്ലേലൂയ. ദാനിയേലിനോട് ചോദിച്ചാൽ ദാനിയേൽ പറയും, യെരൂശലേമിന്റെ നേരെ കിടുവാതികൾ തുറന്നിട്ട് ദിവസം 3 നേരം ഞാൻ പ്രാർത്ഥിക്കുന്നവനാ. ഹല്ലേലൂയ. അപ്പൊ യെരൂശലേമിന്റെ പ്രത്യേകത, അവൻ ദൈവ സാന്നിധ്യം വസിക്കുന്ന, ദൈവാലയം സ്ഥിതി ചെയ്യുന്ന, ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കാരണമാകുന്ന അവൻ ഒരു സ്ഥലമത്രേ യെരൂശലേം. ഹല്ലേലൂയ. പഴയ നിയമ ഭക്തന്മാരോടുള്ള ബന്ധത്തിൽ യെരൂശലേമിന് വളരെ പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. ആ സ്ഥലത്ത് നിന്ന് ആമേൻ യെരിഹോവിലേക്ക് പോകുക. യെരിഹോവിന്റെ പ്രത്യേകത എന്താ? കള്ളന്മാരുണ്ട്, ആമേൻ വ്യഭിചാരം ചെയ്യുന്നവരുണ്ട്, കൊലപാതകന്മാരുണ്ട്, ആമേൻ കണ്ണ് കാണാത്തവരുണ്ട്, ചെകിടന്മാരുണ്ട്, പിടിച്ചുപറിക്കാരുണ്ട്, സകല കൊള്ളരുതായ്മകളും ചെയ്യുന്നവരുണ്ട്. നോക്കണേ, യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുന്ന വഴി, ആലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് നിന്ന് ആമേൻ കടന്നു പോകുന്നത് എങ്ങോട്ടാ? ആമേൻ കള്ളന്മാരുള്ള, ഒരുപക്ഷെ അവൻ ജോലിക്ക് വേണ്ടിയാകാം, വ്യാപാരത്തിന് വേണ്ടിയാകാം. ദൈവവൈദ്യരെ, ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് നിന്ന് നീ അകലും തോറും പൈശാചിക ശക്തി നിന്നെ തകർത്ത് കളയുവാൻ സാധ്യതയുണ്ട്. യെരൂശലേമിൽ നിന്നും യെരിഹോവിലേക്ക് പോകുന്നവൻ കള്ളന്മാരാൽ പിടിക്കപ്പെട്ടു. ആമേൻ അവന്റെ കയ്യിലുള്ളതെല്ലാം അപഹരിച്ചു. അർദ്ധപ്രാണനായി അവൻ മുറിവേറ്റവനായി കിടക്കുകയാ. ഹല്ലേലൂയ. ആ വഴിയായി യാദൃശിക ഒരു പുരോഹിതൻ വന്നു. അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. സ്നേഹിത, നോക്കണമേ, കൂട്ടുകാരൻ ആരാ എന്ന് ചോദിച്ച ചോദ്യത്തിന് മറുപടി ആമേൻ കർത്താവ് ഒരു ഉപമയിലൂടെ പറയുക. ഇന്ന് രാത്രി നീ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഒരു പക്ഷേ അർദ്ധപ്രാണനെ പോലെ കിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ആമേൻ നീ കിടക്കുന്നത് കണ്ട് ആമേൻ വരുന്നവർ മാറിപ്പോയേക്കാം. യാദൃശികമായി അതുവഴി ഒരുവൻ കടന്നു വന്നു. ആരാ? പുരോഹിതനാ. ദേവാലയത്തിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവനാ. ഒരു പക്ഷേ യെരൂശലേമിൽ വെച്ച് കണ്ടിട്ടുണ്ടാകാം ഇവനെ. ഹല്ലേലൂയ. എന്താ കാരണം? ഇവൻ പോകുന്നത് യെരൂശലേമിൽ നിന്നാ. പുരോഹിതൻ എവിടെയാ? യെരൂശലേം ദേവാലയത്തിൽ. ആമേൻ അതെ ശുശ്രൂഷ ചെയ്യുന്നവനാ. ആമേൻ പുരം, സ്വർഗം, ഹിതം, ഇഷ്ടം, സ്വർഗത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന പുരോഹിതൻ അതെ അതുവഴി കടന്നു വരുമ്പോൾ യാദർശികമായി അവൻ കടന്നു വരുമ്പോൾ അവൻ വഴിയിലിതാ അർദ്ധപ്രാണനായി ഒരുവൻ കിടക്കുകയാ. അവനെ കണ്ടിട്ട് അവൻ എന്ത് ചെയ്തു? മാറി കടന്നുപോയി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രാർത്ഥനാഗിരി എന്നറിയപ്പെടുന്ന, പ്രാർത്ഥനാ സ്ഥലം എന്നറിയപ്പെടുന്ന യെരൂശലേമിൽ നിന്ന് ആമേൻ ഒരുവൻ ആമേൻ അതെ ആമേൻ യെരിഹോവിലേക്ക് പോകുന്ന വഴിയിൽ അർദ്ധപ്രാണനായി കിടക്കുന്നു. അതുവഴി ഒരു പുരോഹിതൻ വന്നു. യാദർശികമാ അവൻ കടന്നു പോകുമ്പോ അവനെ കണ്ടിട്ട് മാറിപ്പോയി. അതെ ഞാൻ പറഞ്ഞല്ലോ, പുരം അതെ സ്വർഗം, ഹിതം, ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ സമർപ്പിക്കപ്പെട്ട പുരോഹിതനിത അർദ്ധപ്രാണനായി കിടക്കുന്നവനെ കണ്ടിട്ട് മാറിപ്പോകുന്നു. ഇന്ന് രാത്രി ആമേ രാജകീയ പുരോഹിത വർഗമാ, ആമേ വിശുദ്ധ വംശമാ, സ്വന്തം ജനമാ, അതെ നിന്നെ കാണുന്നവർ മാറിപ്പോകുന്നുണ്ടാകാം. എന്നാൽ ഇതാ വീണ്ടും നാം കാണുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തെത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അതെ ദൈവത്തിന്റെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ സ്വയം മാറി നിന്ന് കൂട്ടരാ ലേവി ആമേൻ അതെ 12 ഗോത്രങ്ങൾക്കും വീതിച്ചു കൊടുത്തപ്പോ ലേവി ഗോത്രത്തിന് വീതിച്ചു കൊടുത്തില്ല. ആലയത്തില് നന്മ കൊണ്ട് ഉപജീവനം കഴിക്കുവാൻ അതെ ആമേൻ ദൈവത്താൽ വേർതിരിക്കപ്പെട്ട സ്വയം സമർപ്പിക്കപ്പെട്ട ലേവിയനിത കടന്നു വരുന്നു. അവനും വഴി മാറിപ്പോയി. ആമേൻ സ്നേഹിതരെ, കൂടപ്പുറപ്പേ, ആമേൻ രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ വംശമായി, സ്വന്തം ജനമായി ജീവിക്കുവാൻ അതെ പുതിയ നിയമത്തിൽ ആമേൻ ഇസ്രായേൽ എന്നറിയപ്പെടുന്ന ദൈവസഭയുടെ അംഗങ്ങളായി ജീവിക്കുന്ന ദൈവമക്കളെ, നിന്നെ കണ്ട് പലരും മാറിപ്പോയേക്കാം. എന്നാൽ ഒരു ശമരിയക്കാരൻ വഴി പോകുകയും അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്നു. ഹല്ലേലൂയ. നമുക്കറിയാം ശമരിയ പട്ടണം, ഹല്ലേലൂയ, അതെ ദൈവം ആമേൻ നേരിട്ട് തന്റെ പുത്രനിലൂടെ ഇറങ്ങിച്ചെന്ന് ശമരിയക്കാരി സ്ത്രീയെ യഥാർത്ഥമായ ആരാധനയിലേക്ക് നയിക്കുന്ന അനുഭവങ്ങളെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ അവിടെ നിന്ന് ഇതാ ഒരു ശമരിയക്കാരൻ വഴി പോകുകയും അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്നു. ഹല്ലേലൂയ. എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ.
രക്ഷ ചെയ്തു. നോക്കണമേ, ആമേൻ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ സമർപ്പിക്കപ്പെട്ട ദൈവത്താൽ നിയുക്തരായ പുരോഹിതൻ മാറിപ്പോയപ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ലേവ്യ മാറിപ്പോയപ്പോൾ, ആമേൻ, ജാതീയ മേഖലയിൽ നിന്ന്, അതെ, ശമരിയിൽ നിന്ന്, ആമേൻ, ഒരുവനെ പരിചയപ്പെടുത്തുകയാ, ശമരിയക്കാരൻ. ഹല്ലേലൂയ, ആമേൻ. അതെ, അവന്റെ, ആമേൻ, ജീവിത, ആമേൻ, ശൈലിയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താണ്? അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന്, ഹല്ലേലൂയ, നോക്കണമേ, അർത്ഥപ്രാണനായി കിടക്കുന്നവന്റെ അരികിലേക്ക് ചെല്ലുകയാ. ഇന്ന് രാത്രി നല്ല ശമരിയായക്കാരനായിരിക്കുന്ന കർത്താവ് നിന്റെ അരികിലേക്ക് വരുന്നുണ്ട്. ഒരു പക്ഷേ നിന്റെ, ആമേൻ, പ്രിയപ്പെട്ടവർ, നിന്റെ കൂടപ്പിറപ്പ്, നിന്റെ സഹോദരൻ അല്ല, നീ വിചാരിച്ച നിന്റെ സഭയിലെ നേതൃത്വം അല്ല, നിന്റെ, ആമേൻ, അതെ, അടുത്ത വ്യക്തി, ഹല്ലേലൂയ, അതെ, നീ കിടക്കുന്നത് കണ്ട് മാറിപ്പോയേക്കാം. ആമേൻ. പുരോഹിതൻ മാറിപ്പോകാൻ കാരണമുണ്ട്. അതെ, ശവത്തെ തൊടുന്നവൻ അശുദ്ധര. ആമേൻ. പ്രമാണം അറിയാവുന്നവനാ ആര്? പുരോഹിതൻ. ഹല്ലേലൂയ, ആമേൻ. അതെ, വചനം നന്നായി അറിയുന്നവനാ പുരോഹിതൻ. അതുകൊണ്ടത്രേ അവൻ മാറിപ്പോയത്. ഹല്ലേലൂയ. ലേവ്യനും ഒട്ടും മോശമല്ല. ആലയത്തില് ശുശ്രൂഷ ചെയ്യേണ്ടവരാ ലേവ്യൻ. ആമേൻ. വചനപ്രകാരം ജീവിക്കുന്നവരാ പുരോഹിതൻ. വചനപ്രകാരം ജീവിക്കുന്നവനാ ലേവ്യൻ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രമാണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അശുദ്ധനായി കിടക്കുന്ന, ആമേൻ, ശവത്തെ തൊടുന്നവൻ എന്ത് ചെയ്യും? അശുദ്ധനാകും. ചത്തില്ല കേട്ടോ, അർത്ഥപ്രാണനായി കിടക്കുകയാ. പ്രമാണം അറിയുന്നവരാ മാറിപ്പോയത്. എന്നാൽ പ്രമാണമായവൻ, സാക്ഷാൽ പ്രമാണമായവൻ, ഹല്ലേലൂയ, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തവൻ. യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാ: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, കൃപയും സത്യവും നിറഞ്ഞവനുമായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പൊ സാക്ഷാൽ വചനമായവൻ അർത്ഥപ്രാണനായി കിടക്കുന്നവന് കണ്ടിട്ട് മാറിപ്പോയില്ല. കാരണം അവൻ ചത്തില്ല കേട്ടോ, അവൻ ശവമായിട്ടില്ല. ഹല്ലേലൂയ. അവനെ എഴുന്നേൽപ്പിക്കുവാനാണ് അവൻ നല്ല ശമരിയക്കാരൻ അതുവഴി വന്നത്. സ്നേഹിത, നീ തീർന്നുവെന്ന് വിചാരിച്ച് പലരും മാറിപ്പോകുമ്പോൾ, നീ രക്ഷപ്പെടത്തില്ല എന്ന് വിചാരിച്ച് പലരും മാറിപ്പോകുമ്പോൾ, ഇതാ ഇന്ന് രാത്രി നല്ല ശമരിയക്കാരൻ നിന്റെ കഷ്ടത കണ്ട്, നിന്റെ വേദന കണ്ട്, നിന്റെ തകർച്ച കണ്ട് നിന്റെ അരികിലേക്ക് ഇറങ്ങി വരികയാ. ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ജനിച്ച യേശു കർത്താവ് നല്ല സഖിയായി, നല്ല കൂട്ടുകാരനായി, നല്ല നാഥനായി, ആമേൻ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി, ആമേൻ, നിന്റെ മുറിവുകളെ കെട്ടുവാൻ, അതെ, നിനക്ക് സമാധാനം നൽകുവാൻ, നിനക്ക് സന്തോഷം നൽകുവാൻ. എണ്ണയും വീഞ്ഞും കാണിക്കുന്നത്, വീഞ്ഞ് സന്തോഷത്തെ കാണിക്കുന്നു, എണ്ണ സമാധാനത്തെ കാണിക്കുന്നു. ആമേൻ. നിന്റെ ജീവിതത്തിലെ സകല മുറിവുകളെയും കെട്ടി സമാധാനം കൊണ്ട്, സന്തോഷം കൊണ്ട് നിന്നെ നിറയ്ക്കുവാൻ ശക്തരായ ഒരു നല്ല കർത്താവ് ഇന്ന് രാത്രി അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഉലാവുന്നുണ്ട്. ഹല്ലേലൂയ. പിറ്റന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പക്കാരന് കൊടുത്തു. ഇവന് രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. നോക്കിക്കേ, ഒരു പ്രത്യാശ, ഒരു പ്രതീക്ഷ കൊടുത്തിട്ടാണ് യേശു കർത്താവ് പോകുന്നത്. എന്നാൽ പോകുമ്പോൾ അവന് വേണ്ടുന്നത് ചെയ്തിട്ടാ പോയേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു പോയപ്പോൾ, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അരികിലേക്ക് അയക്കും. അവൻ വന്നിട്ട്, ആമേൻ, സകല സത്യത്തിലും, ആമേൻ, നീതിയിലും, ന്യായവിധിയെ കുറിച്ചും പാപത്തെ കുറിച്ചും ബോധം വരുത്തി വഴി നടത്തും. ഹല്ലേലൂയ. ഞാൻ പോകുന്നിടത്ത്, ആമേൻ, നിങ്ങളെ ഇരുത്തേണ്ടതിന്, ആമേൻ, മടങ്ങി വന്ന് ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. നോക്കിക്കേ, എത്രയോ പ്രത്യാശകരമായ കാര്യമാ യേശു കർത്താവ് പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. ആ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ആ മഹത്തായ കാര്യങ്ങള് ആ തിരിച്ചറിഞ്ഞത് അനുഭവിക്കുന്നവർ കരവടിച്ച് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടുന്ന ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നുവെന്ന് നിനക്ക് തോന്നുന്നു. നോക്കിക്കേ, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടുവെന്ന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു. അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ക്രിസ്തുയേശുവിനുള്ള ഭാവമുള്ളവരായി ജീവിക്കുവാൻ തക്കവണ്ണം, ആമേൻ, സമർപ്പിക്കപ്പെടട്ടെ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനത്തെ, ആമേൻ, ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ കൃപ ലഭിച്ചവരാ ദൈവമക്കൾ. ഇന്ന് രാത്രി അപ്രകാരം ജീവിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്.
ഹല്ലേലൂയ. ഒരാൾ അവരുടെ ജീവിതം ആമേൻ കെട്ടിപ്പടുക്കുന്ന തരത്തിലുള്ള അടിത്തറ ആമേൻ അവരുടെ സ്ഥിരതയെയും സ്ഥാപനത്തെയും നിർണയിക്കുന്നു. ഹല്ലേലൂയ. ദൈവരാജ്യം എന്നേക്കും ആമേൻ അനുഗ്രഹിക്കപ്പെടുന്നു. കാരണം യേശു ക്രിസ്തു ആമേൻ അതിന്റെ തലയാണ്. ഹല്ലേലൂയ. ദൈവസഭയുടെ ഹല്ലേലൂയ തല അല്ലെങ്കിൽ ദൈവ ആമേൻ സഭയുടെ ശിരസ് ആമേൻ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞ ദൈവ സഭയുടെ നാഥൻ സ്ഥാപിച്ച സഭയുടെ അംഗമാണോ ഇന്ന് രാത്രി താങ്കൾ? അങ്ങനെയെങ്കിൽ നമ്മെ നയിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ പ്രവൃത്തികളും ജീവിതവും ആമേൻ നിത്യത വരെ പ്രസക്തമായി തുടരണമെന്ന് ആമേൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓരോ ദൈവമക്കളുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു അഗാധമായ പ്രസ്താവന ഹല്ലേലൂയ ആമേൻ നടത്തി. ഹല്ലേലൂയ. എന്നാണ് അവൻ വരുമ്പോൾ ഹല്ലേലൂയ അതെ തിരികെ വരുമ്പോൾ ഹല്ലേലൂയ നമ്മെയും കൊണ്ടുപോകാം. ഹല്ലേലൂയ. നമ്മെയും കൊണ്ടുപോയി അവൻ ഇരിക്കുന്നിടത്ത് ഇരുത്താം. ഇവിടെ അർദ്ധപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ വഴി അമ്പലത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ട് അവന് വേണ്ടുന്ന ശുശ്രൂഷകൾ ചെയ്തിട്ട് അധികം വല്ലതും ചെലവായ വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം ആമേൻ 6-ാം അധ്യായം അതിന്റെ 47, 48 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്ന് രാത്രി കേൾക്കുന്ന വചനപ്രകാരം ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ ആമേൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യനാകും. ഹല്ലേലൂയ. വെള്ളപ്പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീട്ടിനോട് അടിച്ച് എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് അത് ഇളകി പോകുകയില്ല. ആമേൻ. ഇന്ന് രാത്രി കൊണ്ടിരിക്കുന്ന സത്യവചനം നിശ്ചയമായും അത് നിത്യത വരെ നിന്നെ എത്തിക്കുവാൻ ശക്തരായ ദൈവം കൂടെ ലോകാവസാനത്തോളം ഇരിക്കുന്നത് കൊണ്ട് ആമേൻ നിനക്കെതിരെ ഉയരുന്ന വൻ തിരമാലകൾ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് നിന്നെ തകർക്കുവാൻ വിട്ടുകൊടുക്കാതെ തകർക്കുന്നവന്റെ കയ്യിൽ നിന്ന് സുരക്ഷിതമായി അതേ നിന്നെ സംരക്ഷിച്ച് മുമ്പോട്ട് നയിപ്പാൻ ശക്തരായവൻ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന വിശ്വസിക്കുന്ന നിങ്ങളുടെ ഉയരത്തിൽ അഭിഷേകത്താൽ നിന്നെ നിറയ്ക്കുവാൻ ശക്തരാൻ വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. വീട് പണിയുന്ന ഒരു പുരുഷനെ പോലെ ഹല്ലേലൂയ ഇന്ന് രാത്രി കർത്താവ് ഹല്ലേലൂയ എന്നോടും നിങ്ങളോടും ഇടപെടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. ജോലി മേഖലയിലാകട്ടെ, വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ, കുടുംബ പശ്ചാത്തലത്തിലാകട്ടെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിഘടിച്ച് ഡിവേഴ്സിന്റെ വക്കിലേക്ക് ദുഷ്ടപിശാച് അനേകരെ തകർത്തുകൊണ്ടിരിക്കുമ്പോ 30 ചരട് വേഗത്തിൽ അറ്റുപോകയില്ല എന്ന് സത്യവേദ പുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ നിന്റെ വീടിന്റെ നാഥൻ ക്രിസ്തുവാകട്ടെ. നിന്റെ ജീവിതത്തിലെ ആമേൻ നിന്നെ നയിക്കുന്നത് ദൈവമാകട്ടെ. ഉയരത്തിൽ അഭിഷേകത്താൽ നിറഞ്ഞ ആമേൻ പാപത്തെ കുറിച്ച് നീതിയെ കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ആമേൻ. നിങ്ങളുടെ ആത്മാവിന് രക്ഷ നേടിയ ശേഷം ഹല്ലേലൂയ ആമേൻ അത് ആമേൻ അതേ നിത്യതയിൽ എത്തുന്നത് വരെ ഹല്ലേലൂയ നിങ്ങൾ ക്രിസ്തുവിൽ ആമേൻ ജീവിക്കുകയോ അവന്റെ വചനത്തിലൂടെ വിശുദ്ധ തിരുവെഴുത്തുകളിലൂടെ ആമേൻ ഓരോ ദിവസവും അവനെ അനുഗമിക്കുകയോ നിങ്ങളുടെ ജീവിതം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് അതേ നയിപ്പാൻ തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അതിനെ നിറഞ്ഞുകൊണ്ട് അവൻ മഹത്വം കൊടുത്ത് ജീവിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയനെ അനുഗമിക്കുന്ന ആടുകളെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ അവരെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഒരു നല്ല ഇടയനെ അനുഗമിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദാവീദ് പറഞ്ഞത് ഇങ്ങനെയാ, യഹോവ എന്റെ നല്ല ഇടയനാകുന്നു. 23-ാം സങ്കീർത്തനം ആമേൻ അത് എടുത്തു വായിക്കാം. ആമേൻ. യഹോവ എന്റെ നല്ല ഇടയനാകുന്നു. ഇന്ന് രാത്രി നല്ല ഇടയനാകുന്ന ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയെ അവൻ എന്ത് ചെയ്യുന്നു? അറിയുന്നു. ഹല്ലേലൂയ. ആമേൻ. ആ ആട് ആമേൻ ആ വ്യക്തി അവനെ അനുഗമിക്കുകയാണ്. സങ്കീർത്തനക്കാരനായ ദാവീദ് എഴുതിയത് ഇങ്ങനെയാണ്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയും പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു.
ആമേൻ. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ. ഇന്ന് പകലിൽ സ്വസ്ഥത നഷ്ടപ്പെട്ട് കിടന്നുറങ്ങുവാൻ കഴിയാതെ ആമേൻ നിരാശയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ നല്ല ഇടയരാകുന്ന ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തയ്യാറാകുക. ഭക്തനായ ദാവീദ് ആത്മാവിൽ നിറഞ്ഞെഴുതിയത് ഇങ്ങനെയാണ്: യഹോവ എന്റെ നല്ല ഇടയനാകുന്നു. യഹോവ എന്ന വാക്കിനർത്ഥം രക്ഷിക്കുന്നവനെന്ന. യഹോവയായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ആമേൻ ദൈവപുത്രനായ ക്രിസ്തു ഈ ഭൂമിയിൽ 2020 വർഷങ്ങൾക്കപ്പുറത്ത് ജനിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ മാസത്തിന്റെ പ്രത്യേകത എന്താ? ആമേൻ ലോകത്തിൽ അനേകര് ആമേൻ അതേ ഒരു ആഘോഷമായി ക്രിസ്തുവിന്റെ ജനനത്തെ കൊണ്ടാടുന്ന ഒരു ആമേൻ ദിവസം ആമേൻ ആയിട്ട് ഡിസംബർ 25-ന് ഒരു ആഘോഷമാക്കി മാറ്റുന്നു. അങ്ങനെ ആണ്ടിലാണ്ടിൽ മാത്രം ആഘോഷിക്കുവാനുള്ളതല്ല കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം. മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി മാനവകുലത്തിൽ ആമേൻ അവരെ നീതീകരിക്കുവാൻ വേണ്ടി ദൈവമൊരുക്കിയ രക്ഷയുടെ പദ്ധതിയാ കർത്താവായ യേശു ക്രിസ്തു. ആമേൻ. ആ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന അന്ന് മുതൽ ആമേൻ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്ന ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും അവന് ക്രിസ്മസ് ആണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു ജനിച്ചത് എനിക്ക് വേണ്ടിയാണ്, ക്രിസ്തു മരിച്ചത് എനിക്ക് വേണ്ടിയാണ്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് എനിക്ക് വേണ്ടിയാണ്, ക്രിസ്തു ഇനി മടങ്ങി വരുന്നത് എനിക്ക് വേണ്ടിയാണ്. ഈ സന്തോഷം അനുഭവിക്കുന്നവരാ ദൈവമക്കൾ. ഇന്ന് രാത്രി ആ സന്തോഷം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താട്ട. ഹല്ലേലൂയ. വാതിൽ കാവൽക്കാരൻ. ഹല്ലേലൂയ. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകൾ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. ഹല്ലേലൂയ. ഞാൻ നല്ല ഇടയൻ, പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവരെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആമേൻ. നോക്കുക, സങ്കീർത്തനക്കാരൻ വിവരിക്കുന്നത് ആമേൻ യഹോവ എന്റെ നല്ല ഇടയൻ ആകുന്നു. ആമേൻ. എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഇന്ന് രാത്രി ആമേൻ പ്രാണനെ തണുപ്പിക്കുന്ന ജീവന്റെ വാതിൽ കാതുകളിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഇടയനാകുന്ന ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നാടുകൾ വരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ആ നല്ല ഇടയനാകുന്ന ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തക്കവണ്ണം ഒന്ന് സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ. ആ നല്ല ഇടയനാകുന്ന യേശുവിനെ അനുഗമിക്കുവാൻ കൃപ ലഭിച്ച ദൈവവൈതലേ, നിന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നവനാണ്. ഹല്ലേലൂയ. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തും. അതേ കൂരിരുളിന്റെ അനുഭവത്തിലൂടെ നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. ഓ, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. നോക്കുക, യോസെഫിനോട് കൂടെ ഇരുന്ന ദൈവം, അബ്രഹാമിനോട് കൂടെ ഇരുന്ന ദൈവം, ഇസഹാക്കിനോട് കൂടെ ഇരുന്ന ദൈവം, സ്ത്രീകന്മാരോട് കൂടെ ഇരുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കൂടെയുണ്ട്. അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താൽ പ്രിയമുള്ളവരെ, നീ നല്ല ഇടയനെ അനുഗമിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ ശത്രുക്കളുടെ മുമ്പാകെ ഇടയൻ വിരുന്നൊരുക്കും. ഹല്ലേലൂയ. തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, നിറഞ്ഞു കവിയുന്നു. അവൻ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. നീ നന്മ തേടി പോകണ്ട, നീ നന്മ തേടി അലയണ്ട. നീ നല്ല ഇടയനെ അനുഗമിക്കുന്ന ഒരു ദൈവവൈതലായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടർന്ന് വരത്തക്ക വിധത്തിൽ ഓ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താട്ട. ഹല്ലേലൂയ. ആമേൻ. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എന്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനുമാകും. ഹല്ലേലൂയ. ആമേൻ. ആരാണ് ഈ ആടുകൾ? ഈ ആടുകളെ കുറിച്ച് സത്യവേദ പുസ്തകത്തിൽ ആരെ ഉദ്ദേശിച്ച പറയുന്നത്? 3-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വീണ്ടും ജനിച്ചവരെ കുറിച്ചാണ് ക്രിസ്തു ആടുകൾ എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ ആടുകൾ എന്ന് പറയുന്നത്. യേശു അവനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയില്ല. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നിത്യജീവന് വേണ്ടി, നിത്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്.
പാപം ചെയ്ത ദൈവ തേജസ് നഷ്ടപ്പെട്ട ദൈവത്തിൽ നിന്ന് അകന്നുപോയി കൂട്ടായ്മ ബന്ധം ഇല്ലാതായി തീർന്ന മാനവകുലത്തെ ദൈവത്തോട് അടുപ്പിക്കുവാനാ പിതാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. കേവലം രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രമല്ല, കേവലം ഭൗതികമായ കാര്യങ്ങൾ നേടി ആമേൻ അത് ഈ ഭൂമിയിലെ ക്ഷണികമായ ജീവിതം അതെ അടിച്ചു പൊളിച്ച് ജീവിക്കുവാനുള്ള ആമേൻ ഒരു നന്മയും ഒരു മുഖാന്തരവും ഒരുക്കി തരാൻ വേണ്ടി മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന്റെ പരമപ്രധാനമായ കാരണം അറിയാതെ പോകരുത്. ദൈവത്തിൽ നടന്നുപോയ അന്യപ്പെട്ടു പോയ പാപം ചെയ്ത ദൈവ തേജസ് നഷ്ടപ്പെട്ട മാനവകുലത്തിന് അത് നീതി ഉണ്ടാക്കുവാൻ, രക്ഷ നൽകുവാൻ, നിത്യജീവൻ അവകാശിയാക്കി മാറ്റുവാൻ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി ജീവിക്കുവാനുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരവസരം പിതാവായ ദൈവം ഒരുക്കിയതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയുവാനായി ആഗ്രഹിച്ച നിക്കോദോമസ് രാത്രി യേശുവിന്റെ അടുത്ത് ചെന്നപ്പോൾ യേശു കർത്താവും നിക്കോദോമസുമായിട്ടുള്ള സംഭാഷണമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. നിക്കോദോമസ് അവനോട് മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കുമോ എന്ന് ചോദിച്ചു. അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ആമേൻ ഞാൻ നിങ്ങളോട് പറയുകയും ആശ്ചര്യപ്പെടരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആശ്ചര്യപ്പെടാതെ കണ്ട് ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന ആമേൻ ക്രിസ്തുവിന്റെ ആടുകളായി മാറുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് യേശുവേ രക്ഷക, അങ്ങേ ഞാൻ വിശ്വസിക്കുന്നു, അങ്ങന്റെ ഹൃദയത്തിലേക്ക് വരണമേ, ഞാനൊരു പാപിയായി എന്നെ രക്ഷിപ്പാനാണ് അങ്ങ് ലോകത്തിലേക്ക് വന്നതെന്ന് ഞാൻ ഹൃദയം കൊണ്ട് രക്ഷയ്ക്കായി വിശ്വസിക്കുന്നു, വായ് കൊണ്ട് ഏറ്റു പറയുന്നു. ആ മാത്രയിൽ ദൈവവൈതലായി മാറുകയാ. അപ്രകാരം ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ കരമടിച്ച് കർത്താവിൽ കൊടുക്കുന്നത്. എപ്പോൾ നീ അപ്രകാരം തീരുമാനമെടുത്ത് ജീവിക്കുവാൻ തയ്യാറാകുന്നുവോ ആമേൻ യേശു കർത്താവ് ഒരു നല്ല ഇടയനായി വെളിപ്പെടുകയാ. ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ വെച്ചു കൊടുക്കുന്ന നല്ല ഇടയൻ. ഹല്ലേലൂയ. ആമേൻ. അതെ, അവർക്കൊരു പുതിയ ആത്മീയ സ്വഭാവം അതെ വെളിപ്പെട്ടു വരികയാ. അതിനാൽ അവർക്ക് ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കുവാനും അവനെ അനുഗമിക്കുവാനും കഴിയുന്നു. അവനെ അനുഗമിക്കുക എന്ന അവനെ വിശ്വസിക്കുകയും ഹല്ലേലൂയ അനുസരിക്കുകയും ചെയ്യുക എന്ന ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ, സ്നാനപ്പെട്ട ദൈവവൈതലേ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ദൈവവൈതലേ, ഹല്ലേലൂയ ഒരു പുതിയ സ്വഭാവത്തിനുടമയായി ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? അവന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? അവനെ അനുഗമിക്കുവാൻ കഴിയുന്നുണ്ടോ? അവനെ അനുഗമിക്കുക എന്ന് അവനെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേൾക്കുന്ന വചനം എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നു? എത്ര പേർക്ക് അനുസരിക്കുവാൻ കഴിയുന്നുണ്ട്? വിശ്വാസവും അനുസരണവുമാണ് ജനത്തിന്റെ അനുഗ്രഹത്തിന്റെ ആമേൻ അതേ കാതലായ ആമേൻ വിഷയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വിശ്വാസവും അനുസരണവും അവയില്ലാതെ ആമേൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ദൈവവൈതലായി ജീവിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ആമേൻ. കേൾക്കുന്ന വചനം അനുസരിക്കണം, അത് വിശ്വസിക്കണം. ഹല്ലേലൂയ. അവന്റെ വചനവും ആമേൻ അവന്റെ പഠിപ്പിക്കലുകളും ആമേൻ ജീവിതത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോൾ ഹല്ലേലൂയ നിങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുകയും നിങ്ങൾ അവനിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയവുമാണ്. ഇന്ന് രാത്രി യേശു കർത്താവിനെ വിശ്വസിക്കുന്ന ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ ആളുകളെ തട്ടില്ലാത്ത ദൈവപ്രവർത്തി കാണുവാനുള്ള ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വസിക്കുവാൻ
അതെ കഴിയുന്ന ജീവന്റെ വചനം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ അത് വിശ്വസിക്കാൻ തയ്യാറായാൽ നിശ്ചയമായും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന സ്വർഗത്തിലെ ദൈവം, അസാധ്യമായ മേഖലയെ സാധ്യമാക്കുന്ന ദൈവം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഇടയായി. അതെ പരിശുദ്ധാത്മാവിനോടൊപ്പം ആമേൻ പ്രവർത്തിക്കാനും അതെ നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ദൈവത്തിന്റെ ആമേൻ ഗീതം ആമേൻ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനും ഹല്ലേലൂയ. പ്രാരംഭത്തിൽ ആമേൻ അതെ നാം വായിച്ച തിരുവെഴുത്ത് ഹല്ലേലൂയ ആമേൻ അതെ എന്താ നമ്മോട് പറയുന്നത്? ആമേൻ അതെ വെള്ളപ്പൊക്കവും ഹല്ലേലൂയ അത് നിമിത്തം ഹല്ലേലൂയ അതെ ആ ഭവനം തകർന്നു പോകുവാനും ഇടയാകാത്ത വിധത്തിൽ ഹല്ലേലൂയ ജീവിതത്തിലെ വെല്ലുവിളികളെ ആമേൻ അതെ തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാൻ കേൾക്കുന്ന വചനപ്രകാരം അനുസരിച്ച് വിശ്വസിച്ച് ജീവിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അങ്ങനെ തയ്യാറാകുന്നവരുടെ ജീവിതത്തിൽ അതെ ഉയർന്നു പൊങ്ങുന്ന വെല്ലുവിളികളോ പ്രതികൂലങ്ങളോ അവനെ തകർക്കുവാൻ തക്കവണ്ണം ഇടയാകത്തില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഒരു പ്രത്യേക വെല്ലുവിളി ഹല്ലേലൂയ അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള പ്രതികൂലങ്ങൾ ആമേൻ ഓരോന്നായി ഉയർന്നു പോകുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ തകർന്നു പോകാതിരിക്കണമെങ്കിൽ, നിങ്ങൾ ആമേൻ ഇല്ലാതാകാതിരിക്കണമെങ്കിൽ ഹല്ലേലൂയ വചനത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വചനം നിരന്തരമായി വിശ്വസിക്കുവാനും വായിക്കുവാനും ഗ്രഹിക്കുവാനും ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിൽ അത് ജീവിക്കുവാനും തക്കവണ്ണം ആഴമേറിയ സമർപ്പണം ഉണ്ടാകുമ്പോ ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങളിലെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ അതെ പറഞ്ഞിട്ട് പോയ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരുവാൻ നിങ്ങളത് പ്രാപിക്കുവാൻ തയ്യാറായ നിശ്ചയമായും നിങ്ങളെ കാണുന്നവർ ആശ്ചര്യത്തക്ക വിധത്തിൽ നിങ്ങളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിരിക്കും. അഭിഷക്തനെ ആയിരിക്കുന്ന മേഖലയിൽ അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി ഭക്തന്മാരിലൂടെ വെളിപ്പെടുത്തിയ ദൈവം താങ്കളിലൂടെയും വെളിപ്പെടുത്തി ദേശത്ത് ദൈവസഭ എണ്ണത്തിൽ പെരുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താത്ത ദൈവവചനത്തിൽ വേരൂന്നി ഹല്ലേലൂയ വളരുകയും പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം ഓരോ ദിവസവും ജീവിക്കുകയും ഹല്ലേലൂയ ആമേൻ കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ അടിസ്ഥാനമുള്ളവരായി ഹല്ലേലൂയ ഞാൻ ഓരോരുത്തരുടെയും ജീവിതം ഹല്ലേലൂയ ഓരോ ദിവസവും നയിപ്പാൻ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്താൽ ഉയർന്നു പൊങ്ങുന്ന പ്രതികൂലങ്ങൾക്കോ തിരമാലകൾ പോലെയുള്ള പ്രശ്നങ്ങൾക്കോ നിന്നെ ഒതുക്കുവാനോ തകർക്കുവാനോ കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ ഉയർന്നു പൊങ്ങിയ പ്രതികൂലങ്ങളുടെ നടുവിൽ തളരാതെ കണ്ട് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ആമേൻ വിശ്വസ്തയോടെ ചെയ്യുവാൻ ആമേൻ ഇടയായി തീർന്നത് അവിടുത്തെ വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവിടുത്തെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ഓരോ ദിവസവും എത്തുന്നവനുമായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അത് കാത്തിരുന്ന ശിഷ്യന്മാരുടെ മേൽ 120 പേർ അടങ്ങുന്ന സംഘത്തിന്മേൽ അത് പകർന്ന അഭിഷേകം ഇന്ന് രാത്രി വചനം കേട്ട് വിശ്വസിക്കുന്ന ജനത്തിന്മേൽ അങ്ങ് പകരുവാൻ ശക്തരാകയാ. നന്ദിയോടെ ഞങ്ങൾ അങ്ങ് വാഴ്ത്തുകയാ, ഞങ്ങൾ അങ്ങ് സ്തുതിക്കുകയാ. ഇന്ന് രാത്രി കേട്ട വചനം അത് ദൈവ ശക്തിയാൽ വ്യക്തി ജീവിതങ്ങളിൽ വെളിപ്പെട്ടു വരുവാൻ ഇടയാകേണ്ടതിന് കുറിച്ച് കണ്ണുകളെ തുറക്കുവാൻ ശക്തനായവന്റെ വചനം ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന അവൻ വ്യക്തി ജീവിതങ്ങളുടെ കഷ്ടതകളുടെ വേദനകളുടെ നടുവിലായിരിക്കുന്നവരുടെ പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ, കഷ്ടതകൾ മാറിപ്പോകട്ടെ. നീതിമാന്മാരുടെ കൂടാരങ്ങൾ ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷങ്ങൾ ഉണ്ടായെന്ന് ആമേൻ അവിടുത്തെ വചനത്തിൽ ഞങ്ങളെ പഠിപ്പിക്കുന്നു. പാപം ചെയ്ത് ആമേൻ ദൈവത്തിൽ നടന്നുപോയ മാനവരാശിയെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവമൊരുക്കിയ രക്ഷയുടെ പദ്ധതിയാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നാളിതുവരെ അറിയേണ്ടതുപോലെ അറിയാത്തവർ ഈ ലൈവിലുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ വീഡിയോ വീക്ഷിക്കുന്നെങ്കിൽ ആമേൻ ഹൃദയത്തെ കുരുടാക്കുന്ന ഈ ലോകത്തിന്റെ ദൈവത്തെ ആമേൻ അതിജീവിക്കുവാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകത്താൽ ഇന്ന് രാത്രി ചില ഹൃദയങ്ങൾ തുറക്കപ്പെട്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തി വരുത്താൻ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കട്ടെ. ബാബുവിന്റെ സകലതലത്തിൽ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു.
പറയുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല എന്ന് അരുളി ചെയ്ത നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചില ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ലോക രക്ഷകനായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതമായി സ്വീകരിക്കാൻ ഇടയാകട്ടെ. രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് മുമ്പിൽ ശത്രുവായും കൊണ്ടുവരുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് മുമ്പോട്ട് പോകുവാൻ നല്ല ഇടയനാകുന്ന ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ജീവിതത്തിൽ ഇന്ന് രാത്രി തീരുമാനമെടുക്കുന്നവരുടെ കൂടെ ഇരുന്ന് ആമേൻ അത്ഭുതകരമായി ജയത്തോടെ അവിടുന്ന് വഴി നടത്തുവാൻ ശക്തനായവൻ ഇന്ന് രാത്രി ആമേൻ അവന്റെ സാന്നിധ്യം ആമേൻ അനുഭവിക്കാൻ തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ ആമേൻ വചനത്തിന്റെ ശക്തിയെ അവിടുന്ന് അയക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ദൈവവചന ഹല്ലേലൂയ പാറയെ തകർക്കുന്ന ചുറ്റികയായ സ്നേഹിതരെ, വചനപ്രകാരം നിന്റെ ജീവിതത്തെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള തലമുറകളുമായിട്ടുള്ള കൂട്ടുകുടുംബങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുടെ ഇടയിൽ ഉലച്ചിലുണ്ടാക്കി പഴിയായി ആമേൻ കുറ്റപ്പെടുത്തി ആമേൻ തമ്മിൽ തല്ലി തകർന്നു കാണുവാൻ ദുഷ്ടപിശാച് നോക്കിയിരിക്കുമ്പോൾ കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന ഭൂമിയിലെ സ്വർഗമായി ഓരോ ഭവനങ്ങളും മാറ്റപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഓരോ കുടുംബങ്ങളിൽ യേശുവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം ദൃഢമാകുവാൻ ഇടയാകും. ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ തലകളെ വടക്കണം. സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപിയുടെ വഴി നിൽക്കാതെ, പരിഹാസികളെ ഇരിപ്പിടത്തിലിരിക്കാതെ ആമേൻ ഓരോ ദിവസവും വചനം വായിക്കുവാൻ ധ്യാനിക്കുവാൻ ഉത്സാഹരായി ഉന്മേഷമുള്ളവരായി ആകാംക്ഷയുള്ളവരായി ഓരോരുത്തരും മാറ്റപ്പെടുവാൻ ഇന്ന് രാത്രി അവിടുത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ജീവിതം, കുടുംബം, ബിസിനസ്, ജോലി, വിദ്യാഭ്യാസം, ഭാവി എല്ലാം അവിടുത്തെ വചനത്താൽ കെട്ടിപ്പടുക്കുവാൻ ഇന്ന് രാത്രി തീരുമാനിക്കുന്ന ഓരോ വ്യക്തി അവിടുന്ന് അനുഗ്രഹിച്ചാൽ യേശുവിന്റെ നാമത്തിൽ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഓരോ ദിവസവും സമയങ്ങൾ വേർതിരിച്ചിരുന്ന് വചനം വായിക്കുവാൻ ധ്യാനിക്കുവാൻ കർത്താവെ എല്ലാവരെയും സഹായിക്കണമേ. ഉത്സാഹത്തിൽ മടിപ്പില്ലാത്തവരായി ദൈവവചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ വചനത്തിൽ അവരുടെ ജീവിതം കെട്ടിപ്പടിപ്പെടുന്നതിന് ആമേൻ അതേ രാത്രി സമർപ്പിക്കപ്പെടുന്നവരെ അവിടുത്തെ ആത്മാവിനാൽ നിറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരനുഭവിക്കുന്ന സന്തോഷം, അവരനുഭവിക്കുന്ന സമാധാനം മറ്റുള്ളവരും അനുഭവിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ മാതൃകപരമായ ജീവിതം നയിപ്പാനും അവരോട് ഈ സന്തോഷം പങ്കുവെക്കുവാനും ഈ രാജ്യത്തിന്റെ സുവിശേഷം എത്തിക്കുവാനും ഓരോ വ്യക്തികളെയും അങ്ങ് സഹായിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആ ആദാമിന്റെ ഹവ്വയുടെ കുടുംബ ജീവിതത്തെ തകർത്ത് അവരുടെ തലമുറയെ കൊണ്ട് കൊലപാതകം ചെയ്യിപ്പിച്ചു ആമേൻ ലോകത്ത് അധപ്പതിച്ച കുടുംബമായി ആമേൻ തള്ളിയിട്ട ദുഷ്ടപിശാച് ഇന്നും അനേക കുടുംബങ്ങളെ തലമുറകളെ ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടിപ്പിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കേണ്ടതിന് ദൈവപുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് ഈ സത്യം ഉൾക്കൊള്ളുവാൻ കർത്താവെ അവസരമൊരുക്കിയിട്ടും അനേകരുടെ ഹൃദയത്തെ ഈ ലോകത്തിന്റെ അതേ സാത്താനായ ദൈവം ആമേൻ കുരുടാക്കിയത് കൊണ്ട് അത് ഗ്രഹിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ ഇന്ന് രാത്രി മനസ്സിലാക്കി ഇടിവിൽ നിന്ന് കരയുവാൻ പ്രാർത്ഥിപ്പാൻ കർത്താവെ സമർപ്പണമുള്ള യൗവനക്കാർ എഴുന്നേൽക്കട്ടെ. ആമേൻ യൗവനക്കാരികൾ എഴുന്നേൽക്കട്ടെ. ആമേൻ വാർദ്ധക്യത്തിലായിരിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എഴുന്നേൽക്കട്ടെ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനത്തിന്റെ ശ്രോതാക്കളായി ഇന്ന് രാത്രി ആയിരിക്കുന്നവർ അവരിക്കുന്ന സകല പ്രതികൂലത്തിന്റെ അകത്തു നിന്നും പുറത്തേക്ക് നയിപ്പാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി കൂടെ ഇരുന്ന് ആമേൻ അടുത്ത പ്രഭാതത്തിൽ യാക്കോബ് ഒരു രാത്രി മുഴുവൻ മൽപ്പിടുത്തം നടത്തി അടുത്ത പ്രഭാതത്തിൽ ഒരു ഇസ്രായേൽ എന്നറിയപ്പെട്ടതുപോലെ അവന്റെ നടത്തത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായതുപോലെ ഇന്ന് രാത്രി അന്ധകാരത്തിൽ കിടക്കുന്ന ചില പ്രിയപ്പെട്ടവർ അത്ഭുത പ്രകാശത്തിലേക്ക് മൂവ് ചെയ്യപ്പെടട്ടെ. സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം പുരോഹിത വർഗമായി മാറ്റപ്പെടട്ടെ. വിശുദ്ധ വംശമായി മാറ്റപ്പെടട്ടെ. ആമേൻ ഹല്ലേലൂയ. വിശുദ്ധ ജനമായി മാറ്റപ്പെടട്ടെ. ഇന്ന് രാത്രി അപ്രകാരം ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ സ്വർഗ്ഗമിടയാക്കണമേ. രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അർത്ഥപ്രാണനായി കിടക്കുന്നവനെ ആമേൻ പുരോഹിതൻ കണ്ട് മാറി
മാറിപ്പോയതുപോലെ, ലേവ്യം കണ്ട് മാറിപ്പോയതുപോലെ മാറിപ്പോയവർ നിമിത്തം ആമേൻ മുറിവേറ്റ് കിടക്കുന്നവർ, കരഞ്ഞ് ആമേൻ നിലവിളിക്കുന്നവർ ഇന്ന് രാത്രി ആ നല്ല ശരീരക്കാരന്റെ സാന്നിധ്യത്താൽ എഴുന്നേറ്റ് സന്തോഷിക്കുവാനിടയായി തീർന്നതുപോലെ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ചില രോഗികൾ സൗഖ്യമാകണം, ചില പാപികൾ മനം തിരിയണം, ചില പിന്മാറ്റക്കാർ മടങ്ങി വരണം. ആവശ്യഭാരത്തോടെ ഇരിക്കുന്നവരുടെ ആവശ്യങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിവേഗം സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരായിരിക്കുന്നിടത്ത് ഇറങ്ങിച്ചെന്ന് ഇന്ന് രാത്രി കേട്ട വചനത്തിന്റെ ശക്തിയാൽ ചില വിടുതലുകൾ സംഭവിക്കട്ടെ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരുമിച്ച് ക്രിസ്തുവിനെ ആരാധിക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ. അവർക്കുണ്ടായ തലമുറകളുമായി കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന ഭൂമിയിലെ സ്വർഗമായി അവരുടെ ഭവനങ്ങൾ മാറ്റപ്പെടട്ടെ. കണ്ണീര് മാറട്ടെ, ദുഃഖം മാറട്ടെ, നിരാശ മാറട്ടെ, ആകുലതകൾ മാറട്ടെ. തലമുറകൾ ഇല്ലാത്തവർക്ക് കുടുംബ ജീവിതം നയിച്ചിട്ട് തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർ ഇന്ന് രാത്രി കുറവുകൾ നികത്തുവാൻ ശക്തനായ ദൈവത്തിന്റെ കരത്തിന്റെ സ്പർശനത്താൽ ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ അധികാരം നൽകിയ നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തലമുറകൾ ഇല്ലാത്തവർക്ക് തലമുറകൾ ഉണ്ടാകട്ടെ. കർത്താവേ, മക്കളില്ലാതെ ഭാരപ്പെട്ട ചില വർഷങ്ങൾ അരിയുന്ന ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിളി കേട്ട സ്വർഗത്തിന്റെ ദൈവ 2 തലമുറകൾ നൽകിയല്ലോ. ഇന്ന് രാത്രി തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തലമുറകൾ ഉണ്ടാകട്ടെ. അതിന്റെ മുമ്പിലുള്ള തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ. തലമുറകൾ നിമിത്തം ദുരിതങ്ങൾ അനുഭവിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും ഹല്ലേലൂയ ഈ ലോകത്തിന്റെ മ്ലേച്ഛതയിൽ അകപ്പെട്ട് തകർന്ന് നുറുങ്ങിയിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഇന്ന് രാത്രി അങ്ങനെയുള്ള തലമുറകൾ ദൈവിക സന്ദർശനത്തിന് വിധേയവരാകട്ടെ. അവരുടെ സ്വഭാവങ്ങൾ, ദുശീലങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിലുള്ള ഒരാത്മാവിന്റെ കൈമാറ്റം ഇന്ന് രാത്രി സംഭവിക്കേണ്ട കർത്താവേ. പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആ ഊർദ്ധപുത്രൻ അനുദപിച്ച് മടങ്ങി വരുവാൻ തയ്യാറായതുപോലെ ചില ഹൃദയങ്ങൾ ഇന്ന് രാത്രി രൂപാന്തരപ്പെടുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കണമേ. വാടക വീടുകളിൽ കഴിയുന്നവരുണ്ട്, സ്വന്തമായ ഒരു ഭവനം നൽകി മാനിച്ചാട്ട. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ഇന്ന് രാത്രി ആദാമിനെ ഹവ്വയും കൂട്ടിക്കൊണ്ട് ഏദനിൽ ജോലി ആക്കി വെച്ചതുപോലെ ദിവസങ്ങളിൽ അങ്ങയുടെ മക്കൾ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ എത്രയും വേഗത്തിൽ ജോലി ലഭിക്കാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവർത്തിക്കുന്ന വലിയവനായ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കട്ടെ. ഹല്ലേലൂയ. വിവാഹപ്രായമായി നിൽക്കുന്ന പെൺകുഞ്ഞുങ്ങളുടെ വിവാഹം, ആൺമക്കളുടെ വിവാഹം നടക്കാതെ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ ഇന്ന് രാത്രി ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ മാറി ആമേൻ തലമുറകളുടെ വിവാഹം നടക്കുവാൻ ഇടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു മുന്നോട്ടമില്ലാതെ ഭൗതികമായും ആത്മീയമായും ഒരു അഭിവൃദ്ധി പ്രാപിക്കുവാൻ കഴിയാതെ അധ്വാനിക്കുന്നുണ്ടെങ്കിലും അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കുവാൻ കഴിയാതെ ചോർന്നു പോകുന്ന അനുഭവങ്ങൾ ഉള്ളവർ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അതെ തലകള വണക്കിയിരിക്കുന്ന എല്ലാവരും സ്വർഗ്ഗം അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വചനം ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. എനിക്ക് വേണ്ടി, എന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ നിലനിൽപ്പിന് വേണ്ടി, എന്റെ ഭാവിക്ക് വേണ്ടി, എന്റെ ശാരീരികമായ അസ്വസ്ഥതകൾക്ക് വേണ്ടി ആമേൻ കുടുംബത്തിന് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, ജീവിത പങ്കാളി യേശുവിനെ അറിഞ്ഞ് ജീവിക്കുവാൻ, തലമുറകൾ യേശുവിനെ അറിഞ്ഞ് ജീവിക്കുവാൻ ആമേൻ സമർപ്പിച്ച് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് എന്റെ കർത്താവിനെ ആരാധിപ്പാൻ താകള മുഴങ്ങുമ്പോൾ ഇവിടെ നിന്ന് എടുക്കപ്പെടുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവർത്തി വലിയവനായ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കട്ടെ. ഇന്ന് രാത്രി താഴ്മയോടെ ഞങ്ങളുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ കൂടപ്പുറത്തിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആമേൻ. സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ എല്ലാ ദിവസവും ദൈവവചനം ശുശ്രൂഷിപ്പാൻ എന്നെ പ്രാപ്തനാക്കിയ കർത്താവിന് സകല മഹത്വവും മാനവും പൂഴ്ചയും അർപ്പിക്കുന്നതോടൊപ്പം ഈ കൂട്ടായ്മയോട് പങ്കാളിത്തം വഹിക്കുന്ന ഷെയർ ചെയ്യുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പർ അയക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യൂട്യൂബിൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന
യൂട്യൂബ് ചാനലുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താത്തവർ ബെൽ ബട്ടൺ അമർത്തുക. നാളെ വെള്ളിയാഴ്ചയാണല്ലോ. നാളെ രാവിലെ 11:30 മണിക്ക് ശേഷം തത്സമയ ഓൺലൈൻ പ്രയർ ഉണ്ട്. തത്സമയത്ത് കടന്നു വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിൽ പങ്കാളിത്തം വഹിക്കാം. നശിച്ചുകൊണ്ടിരിക്കുന്ന അനേകം പ്രിയപ്പെട്ടവർ നാശത്തിലേക്ക് വഴി വീണുകൊണ്ടിരിക്കുന്ന തലമുറകൾ, അവരുടെ എല്ലാം വിടുതലിനായി ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങളിൽ സുവിശേഷീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷവുമായി കടന്നു പോകുന്ന, സുവിശേഷം പ്രസംഗിക്കുന്ന, സത്യസുവിശേഷത്തെ ലജ്ജിക്കാതെ കണ്ട് പ്രസംഗിക്കുന്ന എല്ലാ അഭിഷിക്തന്മാരെയും ദൈവം, അഭിഷിക്തമതികളെ ദൈവം ശക്തമായി ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ പ്രാർത്ഥന പങ്കാളിത്തം വഹിക്കുവാൻ കടന്നു വരുന്നവര് ഒരുമിച്ച് പങ്കാളിത്തം വഹിക്കാം. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന തത്സമയ പ്രാർത്ഥനയിൽ പങ്കാളിത്തം വഹിക്കുവാനായി കടന്നു വരുന്നവർ തത്സമയത്ത് കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ജീവനോടെ ഇരുന്ന് കർത്താവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ ചെയ്യാം. രാത്രി സ്വർഗത്തിലെ വലിയവനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ശുഭരാത്രി.